വെൽക്കം ടു MC. സോ നമ്മുടെ 3 ലാക്സിൻ്റെ ഇന്നത്തെ അക്കൗണ്ട് നോക്കാം. ഇന്ന് നമ്മൾ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല 3 ലാക്സിൻ്റെ അക്കൗണ്ടിൽ. നമുക്ക് കാണാം, വേറെ ഒന്നും കൊണ്ടല്ല. മാർക്കറ്റ് നിങ്ങൾക്ക് ആദ്യമേ മാർക്കറ്റ് ഒരു 2% ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നിങ്ങളൊന്ന് നോക്കുക. അതായത് മാർക്കറ്റ് എന്താ ചെയ്തത്, മാർക്കറ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ലോയും ഹൈയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതായത് 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോ 23,211 ഹൈ 23,373. അപ്പോൾ ഏകദേശം ഒരു 150 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പിലാണ് മാർക്കറ്റ് ആ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നിന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷം മാർക്കറ്റ് ആ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ലോയും ബ്രേക്ക് ചെയ്യുന്നില്ല, 50 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്യുന്നില്ല. സോ നമുക്കൊരു 70% നമുക്ക് അങ്ങനത്തെ ദിവസങ്ങൾ ഉറപ്പിക്കാം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരിക്കാം. സോ ഇന്ന് എക്സ്പയറിങ് കൂടെയാണ്. സോ ആൾക്കാർ വൈഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ഒക്കെ പ്രതീക്ഷിച്ചിരിക്കും. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് ഒരു റേഞ്ചിലായിരുന്നിട്ട് മാക്സിമം സെല്ലേഴ്സ് പ്രോഫിറ്റബിളും ആവും, ബയേഴ്സ് എന്താവും, ബയേഴ്സിന് എത്ര ഹോൾഡ് ചെയ്താലും ടാർഗറ്റ് കിട്ടാൻ പാടായിരിക്കും. സോ ഇങ്ങനെയുള്ള ദിവസങ്ങളും ഏകദേശം നമുക്ക് ഒരു ഐഡിയ ഉണ്ട് മാർക്കറ്റ് ഇന്ന് എങ്ങനെയാണ് എന്ന്. ജസ്റ്റ് ഒന്ന് ചാർട്ട് കാണും, നിങ്ങൾക്ക് ഐഡിയ കിട്ടുവാണെങ്കിൽ എന്താ മാക്സിമം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല മാർക്കറ്റ് പോകുന്നത്. എന്താ ചെയ്യുക, ട്രേഡ് എടുക്കാതിരിക്കുക, ചാർട്ട് നോക്കാതിരിക്കുക. ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. മാക്സിമം ഇതെൻ്റെ ദിവസമല്ലെന്ന് വിചാരിച്ചിട്ട് മാക്സിമം ട്രേഡ് എടുക്കാതെ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, ബൈ.